ക്രൈസ്തവ സഭകളുടെ ജനറൽ കൺവെൻഷനുകൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും അവസാനമായി നടന്ന കൺവെൻഷൻ കൊട്ടാരക്കരയിലെ CPM കൺവെൻഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കൺവെൻഷനുകളിലെ നടത്തിപ്പും അതിൻ്റെ വിജയവും ഒക്കെയായി ചില വിഷയങ്ങൾ സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട കൺവെൻഷനുകളിൽ ഒന്നാണ് കൊട്ടാരക്കര നടക്കുന്ന CPM കൺവെൻഷൻ. CPM കൺവെൻഷനെ കുറിച്ച് തന്നെ ചില വസ്തുക്കൾ പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ വർഷം അത് കഴിഞ്ഞ വർഷങ്ങളെക്കാൾ അധികം ആളുകൾ കൊട്ടാരക്കര യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ കേരളത്തിലെ മറ്റ് പെന്തക്കോസ്ത് കൺവെൻഷനുകളിൽ താരതമ്യേന ആളുകൾ കുറവായിരുന്നു എന്നും കേൾക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കൺവെൻഷനായ കുമ്പനാട് കൺവെൻഷനിൽ എല്ലാ വർഷങ്ങളിലും പങ്കെടുത്തുകൊണ്ടിരുന്ന ആളുകളുടെ അത്രയും പെരുപ്പം ഈ വർഷം ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ശരിയുമാണ്. മാരാമൺ കൺവെൻഷൻ പോലും വർഷങ്ങൾക്ക് മുമ്പ് നടന്നുകൊണ്ടിരുന്ന ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം ഉണ്ടാകുന്നതിന് മുമ്പ് നടന്നുകൊണ്ടിരുന്ന കൺവെൻഷന്റെ അത്രയും വലിയ ജനക്കൂട്ടം മാരാമൺ കൺവെൻഷനുകളിൽ പോലും ഇല്ല എന്നാണ് കേൾക്കുന്നത്. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ പ്രൊട്ടസ്റ്റന്റ് സഭകളും പെന്തക്കോസ്ത് സഭകളും ഒക്കെ നടത്തുന്ന എല്ലാ ജനറൽ കൺവെൻഷനുകളും ആളുകൾ കുറഞ്ഞു വരുന്നു എന്ന ഒരു ചിന്തയാണ് പൊതുവെ ജനങ്ങൾക്കുള്ളത്. എന്നാൽ ഞായറാഴ്ചത്തെ ആരാധനാ യോഗങ്ങളിൽ സാമാന്യ ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. അത് മറ്റൊരു വശമാണ്. അടുത്ത സഭകളിൽ നിന്നും ആരാധന ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും അവർ വരുന്നതാണ്. എന്നാൽ 7-8 ദിവസം നിലനിൽക്കുന്ന മഹായോഗങ്ങളിൽ പൊതുവെ ആളുകൾ കുറയുമ്പോൾ എന്തുകൊണ്ടാണ് CPM കൺവെൻഷനിൽ ഇത്രയധികം ആളുകൾ തടിച്ചു കൂടുന്നത്? ഓരോ വർഷം തോറും അവരുടെ കൺവെൻഷൻ ആളുകൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു. അത് എന്തുകൊണ്ടാണ്? ഉപദേശ സംബന്ധമായ ചില വിഷയങ്ങൾ പറഞ്ഞ് ഒരു രണ്ടാം തര ക്രൈസ്തവരായിട്ട് അവരെ നമ്മൾ മാറ്റി നിർത്തുന്ന ഒരു പ്രവണത നമ്മുടെ ഇടയിലുണ്ട്. അതവിടെ നിൽക്കട്ടെ. അവരുടെ ഉപദേശമോ അവരുടെ ഡോക്ട്രിൻസോ അവരുടെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എനിക്ക് അവരുടെ കൺവെൻഷനെ കുറിച്ച് ചിലത് ആണ് പറയുവാനുള്ളത്. അതിൽ എന്നെ ഏറ്റവും എനിക്ക് സ്വാധീനിച്ചതും ചിന്തിപ്പിച്ചതുമായ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവരുടെ അച്ചടക്കവും ചിട്ടയുമാണ്. ഒരു യോഗം തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും വളരെ കൃത്യമായിട്ട് പന്തലിനുള്ളിൽ കയറിയിരിക്കുകയും യോഗങ്ങളിൽ ആദ്യോടന്തം പങ്കെടുക്കുകയും ചെയ്യും. ഇറങ്ങിപ്പോകുന്ന ആളുകൾ ചറുപറായി ഇറങ്ങിപ്പോവുക, വർത്തമാനം പറയുക, അവിടെ രാഷ്ട്രീയം കളിക്കുക, സ്റ്റേജിൽ ഇരിക്കുന്ന പാസ്റ്റർമാരെ നോക്കി താഴെ ഇരുന്ന് കമന്റ് പാസ്സാക്കുക, അവിടെ ഇരിക്കുന്ന ആളുകളിൽ എന്നെ ആളെ നമുക്ക് അടുത്ത ഇലക്ഷൻ തോപ്പിക്കണം. അതാണല്ലോ സ്റ്റേജിൽ യോഗം നടക്കുമ്പോൾ സദസ്സിലിരുന്ന ആളുകളുടെ പലരുടെയും സംസാരം. ഈ പ്രസംഗിക്കുന്നതിനെ എങ്ങനെ അടുത്ത വർഷം നമുക്ക് പൊട്ടിക്കാം എന്നുള്ളതാണല്ലോ ചിന്ത. ഇതൊന്നും CPM കൺവെൻഷനില്ല. അവിടെ അച്ചടക്കത്തോടും ചിട്ടയോടും കൂടി ഇരുന്ന് ദൈവവചനം കേൾക്കുന്നു. അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായപ്പെട്ട ഒരു കാര്യം. മറ്റൊരു കാര്യം, അവിടെ വരുന്ന എല്ലാവർക്കും ഭക്ഷണമുണ്ട്. ആയിരക്കണക്കിന് ആളുകൾക്ക് ദിനവും ഭക്ഷണം കൊടുത്താണ് ആ കൺവെൻഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇനി ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകളോ? എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അവിടുത്തെ വിശ്വാസികൾ തന്നെയാണ് കൂട്ടമായി വന്ന് അവിടെ കലവറയിൽ കയറി പച്ചക്കറികൾ അരിഞ്ഞു നുറുക്കിയും ഇറച്ചിയും മീനും ഒക്കെ വെച്ച് നല്ല ഭംഗിയായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന അവിടുത്തെ വിശ്വാസികൾ തന്നെയാണ് എന്നും കേട്ടിട്ടുണ്ട്. അത് ശരിയുമാണ് താനും. അവിടെ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. കോടീശ്വരന്മാരായ വിശ്വാസികൾ പോലും അവർ ഓരോ ദിവസം ഷിഫ്റ്റ് അനുസരിച്ച് വന്ന് ഭക്ഷണം പാകം ചെയ്യാനായിട്ട് കലവറയിൽ കയറി തോർത്തെടുത്ത് സാധാരണ ഒരു കൂലിപ്പണിക്കാരൻ നിൽക്കുന്നത് പോലെ വേഷത്തിൽ നിന്ന് ഭക്ഷണം പാകം ചെയ്ത് എല്ലാ വിശ്വാസികൾക്കും കൊടുക്കണം. അവരുടെ ഡ്യൂട്ടിയാണത്. ആ ദിവസം കഴിയുമ്പോൾ അടുത്ത ഷിഫ്റ്റിൽ അടുത്ത ആളുകൾ വരും. അങ്ങനെ എല്ലാവരും ഏകോദര സഹോദരങ്ങളായി ഒരുമിച്ച് നിന്ന് ഭക്ഷണം പാകം ചെയ്ത് ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് ആരാധിച്ച് പിരിയുന്ന ഒരു കൺവെൻഷൻ, അത് ഇന്ന് ഈ ഭൂമിയുടെ പരപ്പിൽ ഈ മലയാളക്കരയിൽ CPM മാത്രമേ ഉള്ളൂ. അത് നിഷേധിച്ചിട്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലും പറഞ്ഞ് അവരെ അധിക്ഷേപിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് വസ്തുനിഷ്ഠമായ കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെ ഭക്ഷണ കാര്യങ്ങളിൽ പോലും അവർ വലിപ്പച്ചെറുപ്പമില്ലാതെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന, ഒരുമിച്ച് ആരാധിച്ച് പിരിയുന്ന
ഒരു രീതിയാണ് കാണുന്നത്. മറ്റൊന്ന്, സ്തോത്രകാഴ്ചയില്ല. അതാണ് ഏറ്റവും രസം എന്ന് പറയുന്നത്. കുമ്മനാട് കൺവെൻഷൻ പോലും ഈ വർഷം 25 ലക്ഷം രൂപ കടത്തലാണെന്ന് കേൾക്കുന്നു. എനിക്ക് കൃത്യമായി എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പം മിച്ചമായിരിക്കാം, ചിലപ്പോൾ അതിൽ കൂടുതൽ കടമായിരിക്കാം, ചിലപ്പോൾ താഴെയായിരിക്കാം. ഏതായാലും ഒരു ജനസംസാരമുള്ളത് 10-25 ലക്ഷം രൂപ അവർക്ക് കടമുണ്ട് എന്നാണ്. TPM കൺവെൻഷൻ കഴിയുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ അവർക്ക് മിച്ചം ഉണ്ടാകും. പക്ഷേ പിരിവില്ല, സ്തോത്രകാഴ്ച എടുക്കാറില്ല. മൈക്കിലൂടെ അനൗൺസ് ചെയ്ത് നിങ്ങളെല്ലാം പണം തന്ന് സഹായിക്കണം, അല്ലെങ്കിൽ ഈ പന്തൽ പൊളിച്ചു കൊണ്ടുപോകാൻ നേരത്ത് പന്തലുകാരന് കൊടുക്കാൻ കാശില്ല, മൈക്ക് സെറ്റുകാരന് കൊടുക്കാൻ കാശ് കാണുകയില്ല, പലചരക്കടയിൽ കൊടുക്കാൻ കാശ് കാണുകയില്ല എന്ന് കരഞ്ഞ് നിലവിളിച്ച് കണ്ണീരൊഴിച്ച് തായേ തായേ പൈസ തായേ എന്ന് നിലവിളിക്കുന്ന ഒരു പരിപാടി TPM കൺവെൻഷനിൽ ഇല്ല. ഈ പൈസ ആവശ്യപ്പെടുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് ദൈവം വാരിക്കോരി അനുഗ്രഹം തരണമെന്നുണ്ടെങ്കിൽ കൺവെൻഷന് വേണ്ടി നിങ്ങൾ പണം തരണം, കൊട്ടക്കണക്കിന് പണം തരണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാവുള്ളൂ. കടത്തേലാണ് നിൽക്കുന്നത്, ഇവിടെ പിരിഞ്ഞു പോകാൻ പറ്റില്ല, സംഘാടകർ വിഷമിപ്പിക്കരുത്, ഇങ്ങനെ ഇത്യാദി വാചകമടികളാണ് മിക്ക കൺവെൻഷനുകളും കേൾക്കുന്നത്. ഇതൊന്നും TPM കൺവെൻഷനിലില്ല. സ്തോത്രാഴ്ചയെ കുറിച്ച് മിണ്ടാട്ടമില്ല, പിരിവിനെ കുറിച്ച് മിണ്ടാട്ടമില്ല, ഒന്നുമില്ല. പക്ഷേ അവിടുത്തെ വിശ്വാസികൾ ഉള്ളറിഞ്ഞ് അവർ മനസ്സാ അവരുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ച തുകയുടെ നല്ലൊരു പങ്ക് കൊണ്ട് എന്ന കൺവെൻഷന്റെ വിജയകരമായ നടത്തിപ്പിന് വേണ്ടി കൊണ്ടു കൊടുക്കുകയാണ്. അപ്പൊ ചിലർ പറയാറ് കണക്കുണ്ടോ ഇല്ലോ ചോദിക്കാറ്. അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. അത് അവരുടെ ആ ചർച്ചിനകത്തുള്ള ആളുകൾ തമ്മിൽ പറഞ്ഞാൽ തീർത്തുള്ളൂ. നമ്മൾ പൊതുവിൽ കാണുന്ന വിഷയങ്ങളാണ് ഈ പറയുന്നത്. ഒരു കരച്ചിലും മിഴിച്ചിലും ഒന്നുമില്ലാത്ത രീതിയിൽ, വളരെ നന്നായ രീതിയിൽ, മിച്ചം പൈസ കിട്ടുന്ന രീതിയിൽ അവർക്ക് പണം കിട്ടുന്നു, പണം തെണ്ടുന്നില്ല, ആരോടും ചോദിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, സഫീഷ്യന്റ് ആയി പണം കിട്ടുന്നു, ഗംഭീരമായിട്ട് കൺവെൻഷൻ നടത്തി അവർ പിരിയുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ സമയങ്ങളിലൊക്കെ, ഈ കൺവെൻഷൻ നടക്കുന്ന സമയങ്ങളിൽ തന്നെ അടുത്ത പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥനാ നിരതരായ ഒരു കൂട്ടം ദൈവമക്കളിരുന്ന് ഈ കൺവെൻഷന്റെ വിജയത്തിന് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയിൽ ഒരു പക്ഷേ സാമ്പത്തിക ബാധ്യത ഇല്ലാതെ കൺവെൻഷൻ തീരണമെന്നും അവർ പ്രാർത്ഥിക്കുന്നുണ്ടാവും, എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഒരു വിഭാഗം ആളുകൾ മാറിയിരുന്ന് കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു രീതി കൂടെ TPM കൺവെൻഷനിൽ കണ്ടുവരുന്നു. മറ്റൊരു പ്രധാന കാര്യം, പ്രസംഗകർ ആരാണെന്ന് അറിഞ്ഞുകൂടാ. അവരുടെ ഈ നമ്മുടെ രീതി അനുസരിച്ച് നമുക്ക് ഓൾ ഇന്ത്യ കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി, റീജിയണൽ കമ്മിറ്റി, മേഖലാ കമ്മിറ്റി, പിന്നെ ഇന്റർനാഷണൽ കമ്മിറ്റി, അങ്ങനെ ഒത്തിരി കമ്മിറ്റികൾ, ഒരുപാട് പ്രസിഡന്റും സെക്രട്ടറിമാരും കിടക്കുകയാണല്ലോ നമുക്ക്. TPMനെ സംബന്ധിച്ച് ഒരു സെന്ററേ ഉള്ളൂ. അവരുടെ സാർവദേശീയ സഭ രീതി അനുസരിച്ച് അവർക്ക് സെന്ററുകളാണ് അവർക്കുള്ളത്. സെന്ററിന് ഇടയ്ക്ക് ഒരു ഘടകം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നുള്ളത് സാർവദേശീയമായ ഇന്റർനാഷണൽ ചീഫ് പാസ്റ്ററാണ് അവർക്കുള്ളത്. ഇവരിൽ ഈ ആളുകളൊക്കെ തന്നെയാണ് പ്രസംഗിക്കുന്നത്. പക്ഷേ ഇന്നാര് പ്രസംഗിക്കും എന്ന് പോലും അവിടെ പേര് പറയാറില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ, ഇനിയിപ്പൊ പേര് പറയുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എങ്കിൽ തന്നെയും പേര് പറയുമ്പോൾ കർത്താവിന്റെ ശ്രേഷ്ഠ വിലയേറിയ ദാസൻ, എളിയ കർത്താവിന്റെ വിലയേറിയ ദാസൻ, അങ്ങനെ ആനയാ ചേനയാ എന്നൊന്നും പറഞ്ഞൊന്നും പൊക്കുന്ന പരിപാടിയൊന്നുമില്ല. ഒരാൾ എഴുന്നേറ്റ് പ്രസംഗിക്കുന്നു, ഇത്ര മാത്രമേ അവിടെ ഉള്ളൂ. വാനോളം വാഴ്ത്തി സോപ്പിട്ട് പതപ്പിച്ച് പ്രസംഗരെ കയ്യിലെടുത്ത് കളിക്കുന്ന കളിയൊന്നും TPM കൺവെൻഷനിൽ അങ്ങനെ കേൾക്കാറില്ല, പറയാറില്ല, അങ്ങനെ സംഭവിക്കാറില്ല. അവിടെ ദൈവദാസന്മാർ ആ ടൈം ആകുമ്പോൾ എഴുന്നേറ്റുന്നവർ പ്രസംഗിച്ചു പോവുകയാണ് പതിവ്. ഒരുപക്ഷെ അവരുടെ പേരുകൾ പോലും നമുക്ക് അറിയണമെന്ന് നിർബന്ധം ഇല്ല. അപ്പൊ അത്ര ചിട്ടയോടെ ഭംഗിയോടെയാണ് TPM കൺവെൻഷൻ നടക്കുന്നത്. എല്ലാവരും, ഞാൻ ആദ്യം സൂചിപ്പിച്ച പണം കൈ തുറന്നു കൊടുത്ത് ആ കൺവെൻഷനെ വിജയത്തിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. പിന്നൊരു കാര്യം, വെള്ളവസ്ത്രം ധരിച്ചാണ് അവർ മിക്കവാറും വരുന്നത്. വസ്ത്രത്തിൽ കഥയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കഥയൊന്നുമില്ല. നിറങ്ങളെല്ലാം ദൈവം ഉണ്ടാക്കിയതാണ്, അത് ഏത് ധർമ്മേണെല്ലാം ഉപയോഗിക്കാം. എങ്കിലും ഒരു ആത്മീയ സമ്മേളനത്തിന് ഒരു യൂണിഫോം, എല്ലാവരും വെള്ളവസ്ത്രം ധരിച്ചു വരുമ്പോൾ ഒരു ആകർഷണീയത നമുക്ക് കൺവെൻഷന് നമുക്ക് അനുഭവവേദ്യമാകും. ഒരു അട്രാക്റ്റീവായിട്ട് നമുക്ക് തോന്നും. വെള്ളവസ്ത്രം ധരിച്ച് എല്ലാവരും ഒരേ യൂണിഫോമിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന മഹായോഗം കാണുമ്പോൾ തന്നെ ഒരു സന്തോഷവും ഒരു ആത്മീയ ഉണർവും ഒക്കെ നമ്മൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. അങ്ങനെ വസ്ത്രത്തിൽ പോലും ഒരു യൂണിറ്റി ഉണ്ടാക്കി വെക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റേ ഒരു കാര്യം എന്ന് പറയുന്നത്, അവർക്ക് ഈ പണം അവർക്ക് ലഭിക്കുമ്പോൾ പാസ്റ്റർമാർക്ക് ആർക്കും തന്നെ ഈ പണം എടുത്ത് അവരുടെ വീടുകളിൽ കൊടുക്കേണ്ട കാര്യമില്ല.
അവരുടെ കൊച്ചുങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല, അവർക്ക് വീട് വെക്കേണ്ട കാര്യമില്ല, വാഹനം സ്വന്തമായിട്ട് വാങ്ങിക്കൂട്ടേണ്ട കാര്യമില്ല. അവരെല്ലാം ഈ തുകകളെല്ലാം ആ സഭയ്ക്ക് വേണ്ടി അവർ വിനിയോഗിക്കുകയാണ്. അവർക്ക് കുടുംബമില്ലല്ലോ. അതിന്റെ ബൈബിൾ വീക്ഷണത്തിൽ മറ്റു വ്യാഖ്യാനങ്ങൾ ഉണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല, അതൊക്കെ വേറെ വിഷയം, അത് വേണം നമുക്ക് ചർച്ച ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം, സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൺവെൻഷന് വേണ്ടി കൊടുക്കുന്ന പണം അവർ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കാനുള്ള ഒരു മാർഗം അവർക്കില്ല. ഭാര്യയില്ല, മക്കളില്ല, ആരുമില്ല. അവർക്ക് സ്വന്തമായിട്ട് വീട് വെക്കേണ്ട കാര്യമില്ല, വാഹനം വാങ്ങേണ്ട കാര്യമില്ല, എസ്റ്റേറ്റ് വാങ്ങേണ്ട കാര്യമില്ല. മക്കളെ പഠിപ്പിച്ച് പോറ്റി പുലർത്തി അവരുടെ കുടുംബഭദ്രതയ്ക്ക് വേണ്ടി ഈ പണം വിനിയോഗിക്കേണ്ട കാര്യം അവർക്കില്ല. അവർക്ക് ലഭിക്കുന്ന അവർ മാത്രമേ ഉള്ളൂ, ഒറ്റത്തടിയാണ്. അവർക്ക് കിട്ടുന്ന പണം സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൺവെൻഷന് വേണ്ടി വിനിയോഗിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാർക്കൊന്നും അവിടെ ഒരു രക്ഷയുമില്ല. നമ്മുടെ കൺവെൻഷനുകളിൽ അമ്പലങ്ങളിൽ പോയി പ്രസംഗിച്ചേച്ച് വന്നിട്ടാണ് നമ്മുടെ യേശുദേവനെ കുറിച്ച് പറയാൻ വരുന്നത്. വളരെ വിരോധാഭാസമാണത്. ഈ രാഷ്ട്രീയ നേതാക്കളെ നമ്മുടെ കൺവെൻഷനിൽ പ്രസംഗിക്കണമെന്നും പ്രസംഗിപ്പിക്കുന്ന രീതിയും പലപ്പോഴും ഞാനും അത് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിനുവേണ്ടി ഒരു ദിവസം വേണേ മാറ്റിവെച്ച്, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നു, ഗവൺമെന്റ് വിധേയപ്പെട്ടു പോകുന്നു, ഗവൺമെന്റും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ആയി ബന്ധങ്ങൾപ്പെട്ടാണ് സഭാ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. ചില അത്യാവശ്യ ഘട്ടങ്ങൾ അവരുടെ സഹായം നമുക്ക് വേണ്ടി വരും. അതുകൊണ്ട് ഒരു ദിവസം മാറ്റിവെച്ച് വേണമെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ലീഡേഴ്സ് എല്ലാം കൂടെ വന്ന് ഒരു അരമണിക്കൂർ സമയം അവർക്ക് വേണ്ടി കൊടുത്താലും ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ആരാധനയുടെ മധ്യത്തിൽ, ഉണർയോഗം നടക്കുന്ന മധ്യത്തിൽ, ഹോളി സ്പിരിറ്റിന്റെ പ്രവർത്തനം നടന്ന് എല്ലാവരും ആത്മാവിൽ ആരാധിക്കുന്ന ആ സമയത്ത് ഇവർ ചെറുപുറായി കാറയിൽ ഇറങ്ങി ഒരു സംഘം ആളുകൾ സ്റ്റേജിലോട്ട് ഇടിച്ചു കയറി വന്നു നിന്ന് അങ്ങ് പ്രസംഗിക്കുകയാണ്. ഭയങ്കര പ്രസംഗമാണ്. ഉടനെ തന്നെ പാസ്റ്റർമാരെല്ലാം ചാടി എഴുന്നേറ്റ് അവരെ വണങ്ങുന്നു, അവർക്ക് പ്രത്യേക സീറ്റ് കൊടുക്കുന്നു. ഈ വയോധികരായ പാസ്റ്റർമാരെ എടുത്ത് മാറ്റിയിട്ടൊക്കെയാണ് പലരും കൊണ്ടുവന്ന് അവിടെ ഇരുത്തുന്നത്. ഒരു മുന്നറിയിപ്പില്ലാതെ ഒരാൾ വരുമ്പോൾ, ഒരു മന്ത്രി വരുമ്പോൾ, ഒരു രാഷ്ട്രീയ നേതാവ് വരുമ്പോൾ അതിന്റെ കൂടെ ഒരു കൂട്ടാളുകളെ കയറി വന്ന ആ യോഗം അലങ്കോലപ്പെടുത്തുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ പല യോഗങ്ങളിൽ കാണുന്നത്. എന്നാൽ TPM യോഗങ്ങളിൽ രാഷ്ട്രീയക്കാർക്ക് വരാം, മിണ്ടാതെ അവിടെ ഇരുന്നിട്ട് അങ്ങ് പൊക്കോണം. അവർക്ക് പറ്റിയെങ്കിൽ അവരുടെ പേര് ഒന്ന് ഇന്നാര് വന്നിട്ടുണ്ട് ഒന്ന് പറയും. ഇത് കൂടുതലൊരു കളികളൊന്നും TPM കൺവെൻഷനിൽ ഒരു രാഷ്ട്രീയക്കാരനും ഏത് മന്ത്രി എന്നാലും അവിടെ ഒരു കളി നടക്കുക അവർ സമ്മതിക്കത്തില്ല. അത് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നടക്കുന്ന ഒരു ആത്മീയ സമ്മേളനമാണ്, ഒരു വിശുദ്ധ സംഘവുമായിട്ട് തന്നെയാണ് അവരതിനെ വിലയിരുത്തുന്നതും കാണുന്നത്. അതുകൊണ്ട് ഈ രാഷ്ട്രീയക്കാരുടെയും സിനിമ കളിച്ച് നടന്നിട്ട് പിന്നെ മന്ത്രിയായവരുടെ കളികളൊന്നും അവിടെ അവർ അനുവദിച്ചു കൊടുക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയുമാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, പ്രാദേശിക ഘടകവും പിന്നെ അവർക്ക് ഒരു ഇന്റർനാഷണൽ ഘടകവും, പ്രാദേശിക സഭ പിന്നെ സെൻട്രൽ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കുറെ 10 സഭകൾ 15 സഭകൾ കൂടി ഒരുമിച്ച് ആരാധനയ്ക്ക് കൂടി വരുവാനായിട്ട് ഉള്ള ഒരു ഏർപ്പാടാണ് സെൻട്രൽ. അത് നല്ലത് തന്നെയാണ്. അതും സാർവദേശീയ സഭ, അതാണ് അവരുടെ കാഴ്ചപ്പാട്. ചീഫ് പാസ്റ്റർ, എല്ലാത്തിനും ചീഫ് ഒരാൾ. ഏരിയയും മേഖലയും റീജിയനും അങ്ങനെയുള്ള ഇടപാടുകളൊന്നും അവിടെ ഇല്ല എന്ന് നമ്മൾ ഓർക്കണം. അവിടെ പ്രസിഡന്റ് ആകാനും സെക്രട്ടറി ആകാനും അടിപിടി കൂടാനും തെരഞ്ഞെടുപ്പ് നടത്താനും ബ്രോഷർ അടിക്കാനും നെയിം സ്ലിപ്പ് അടിക്കാനും വണ്ടി പിടിച്ചു കൊടുക്കാനും ബിരിയാണി മേടിച്ചു കൊടുക്കാനും പണം പോക്കറ്റിട്ട് കൊടുക്കാനും എൻ്റെ പൊന്നെ ഇതൊന്നും അവിടെ ഇല്ലപ്പാ. വളരെ അനുഗ്രഹകരമായ രീതിയിൽ നടന്നു പോകുന്നു ആ പ്രസ്ഥാനം, ആ സഭ. അവിടെ വളരെ നാം പ്രതീക്ഷിക്കുന്നതിലപ്പുറത്ത്, നാം ചിന്തിക്കുന്നതിലും അപ്പുറത്താണ് TPMന്റെ കൺവെൻഷനുകൾ അതിഗംഭീരമായി നടക്കുന്നതെന്ന് വളരെ ശക്തമായി ഞാൻ പറയുകയാണ്. അത് പോയി കാണേണ്ടത് തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്നത്. ഞാൻ പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പണ്ട് ഒരു 15 വർഷം മുമ്പ് ക്രൈസ്തവ ഇന്ത്യയിൽ താമ്പാരത്ത് നടക്കുന്ന കൺവെൻഷനെ കുറിച്ച് റെജി മാത്യു ചെന്നൈ എഴുതിയൊരു ഫീച്ചർ ഇപ്പോഴും ഞങ്ങളുടെ ഫയലിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 15 വർഷം മുമ്പാണ് അത്. അവരെ അടയാറിൽ നിന്ന് താമ്പാരത്തിലേക്ക് കൺവെൻഷൻ 30 ഏക്കർ സ്ഥലം വാങ്ങി അങ്ങോട്ട് മാറിയ ആ സമയമാണെന്ന എൻ്റെ ഒരു ഓർമ്മ. അന്ന് 6 ഭാഷകളിലാണ് അവർ പ്രസംഗം തർജ്ജമ ചെയ്യുന്നത്. ഈ 6 ഭാഷക്കാർ 6 പന്തലിലാണ് ഇരിക്കുന്നത്. ഒരാൾ പ്രസംഗിക്കുമ്പോൾ അത് ഒരു ഭാഷയിൽ ഒരുമിച്ച് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ആ സൗണ്ട് ആ ഭാഷക്കാരിരിക്കുന്ന ആ പന്തലിലേക്കാണ് പോകുന്നത്. അത്ര ഗംഭീരമായിട്ടാണ് അവരുടെ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 6 ഭാഷകളിൽ പ്രസംഗിക്കും. ഈ ഭാഷാന്തരം 6 ഭാഷകളിൽ ആ ഭാഷക്കാരിരിക്കുന്ന മേഖലയിലേക്ക് ഈ സൗണ്ട് ചെല്ലും എന്നാണ് അന്ന് റെജി മാത്യു ചെന്നൈ അന്ന് ക്രൈസ്തവ ചിന്തയിൽ എഴുതി. 11,000 കിലോ വാട്ട്സ് പവർഫുൾ ആയിട്ടുള്ള 2 ജനറേറ്ററുകൾ 24 അവേഴ്സ് വർക്ക് ചെയ്യുന്ന രീതിയിലാണ് അവരുടെ. ഗവൺമെന്റിന്റെ കറണ്ട് വേണ്ട, ജനറേറ്റർ വെച്ചാണ് അവിടെ കൺവെൻഷനൊക്കെ നടത്തുന്നത്. പക്ഷെ ഗവൺമെന്റ് ഓഫ് തമിഴ്നാട് 2 ഫയർഫോഴ്സിന്റെ 2 എഞ്ചിനുകൾ
അവർക്ക് സദാസമയം അവർക്ക് ഒരു ഫയർ ഉണ്ടായാൽ രക്ഷിക്കാനായിട്ട് ജാഗരൂകരായിട്ട് ഈ പന്തലിന് 2 വശങ്ങൾ ഉണ്ടായിരുന്നു എന്ന് റെജി എഴുതിയത് ഞാൻ ഓർക്കുകയാണ്. അന്ന് 75,000 പേർക്ക് ഇരിക്കാവുന്ന പന്തലാണ് അന്ന് ഉണ്ടാക്കിയിരുന്നതെന്നും റെജി ക്രൈസ്തവന്റെയിൽ ഞാൻ ഓർക്കുന്നു. അപ്പോൾ TPM-ന്റെ ആ കൺവെൻഷന്റെ വിജയം, അവരുടെ നേതൃപാടവം, അവരുടെ സംഘാടക ശക്തി, പ്രസിഡന്റും സെക്രട്ടറിയും ഖജാൻജിയും ഒന്നും ഇല്ല എങ്കിലും പാസ്റ്റർമാർ കൂടെ സഹോദരന്മാർ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തന ശൈലിയും രീതിയും ആ കൺവെൻഷന്റെ വളർച്ച കാരണമായി തീരുന്നു എന്ന് പറയാതിരിക്കാൻ നിർമ്മാണം. അത്ര അതിഗംഭീരമായ കൺവെൻഷനാണ് TPM അവരുടെ കേരളത്തിലും അവരുടെ അടയാറിലും താമ്പാരത്തുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന വസ്തുത ഈ സമയത്ത് വളരെ ആത്മാർത്ഥത്തോടെ തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ഉപദേശ സംബന്ധമായ വിഷയങ്ങളിലും ആശയപരമായ വൈരുദ്ധ്യങ്ങളുണ്ട്, നമുക്ക് വേറെ ചർച്ച, അത് മറ്റൊരു വിഷയമാണ്. അവർ കൺവെൻഷൻ കാര്യത്തെക്കുറിച്ച് മാത്രമാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. വളരെ ചിട്ടയോടെ, ഗംഭീരമായി, വളരെ അച്ചടക്കത്തോടെ, പ്രാർത്ഥനയോടെ, സ്തോത്രകാഴ്ച തെണ്ടലില്ലാതെ, രാഷ്ട്രീയക്കാരെ സ്റ്റേജിൽ കയറ്റാതെ, വലിയവനും ചെറിയവനും ഒന്നുമില്ലാതെ ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പിരിഞ്ഞു പോകുന്ന അതിമഹത്തായ ഒരു കൺവെൻഷനുമാണ് TPM-ന്റെ കൺവെൻഷൻ എന്ന് ഈ സമയത്ത് പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ പല കൺവെൻഷനുകളിലും രസകരമാണ്, പാസ്റ്റർമാർക്ക് ഫുഡുണ്ട്, വിശ്വാസികൾക്ക് ഫുഡില്ല. എന്നാൽ കുമ്പനാട് എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്ന ഒരു രീതി നേരത്തെ മുതലുണ്ട്. അത് മിക്കവാറും അമേരിക്കൻ സഹോദരന്മാരെ സ്പോൺസർ ചെയ്ത് നടത്തുന്നതാണ്. അത് ശ്ലാഘനീയമാണ്, പറയാതിരിക്കാൻ നിർമ്മല്ല. പല കൺവെൻഷനുകളിലും പാസ്റ്റർമാർക്കെല്ലാം ചാപ്പാടുണ്ട്, വിശ്വാസികളെല്ലാം യോഗം കഴിയുമ്പോഴത്തേക്കും വേർത്തൊലിച്ച് കുളിച്ച് വിശന്ന് പരവശം പിടിച്ച് അവർ തിരിച്ചു പോകേണ്ട സാഹചര്യമാണ് പല സഭകൾക്ക് ഉള്ളത്. ഞാനോട് അവസാനിപ്പിക്കാം. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ എൻ്റെ അമ്മയെ സ്നാനപ്പെടുത്തിയത് പാസ്റ്റർ ലൂക്കോച്ചനാണ് 50കളിൽ. പാസ്റ്റർ AC ശാമുലാണ്, AC തോമസ് ആണ് എൻ്റെ ഫാദറിനെ സ്നാനപ്പെടുത്തിയത്. TPM-ന്റെ ചീഫ് പാസ്റ്റർ ആയിരുന്ന ആളുകളായിരുന്നു ഇവരെല്ലാവരും. അതിനുശേഷം ഞാൻ ജനിച്ചത് TPM-ലായിരുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും വളർന്നതുമെല്ലാം അണക്കര IPC സഭയുമായി ബന്ധപ്പെട്ടായിരുന്നു. ഉപ്പുതറ സെൻട്രൽ പാസ്റ്റർ KV വർക്കി തകച്ചായനായിരുന്നു എന്നെ സ്നാനപ്പെടുത്തി. സന്ദർഭോചിതമായി ഞാനിത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നും വളരുന്ന ഒരു സഭയാണ് TPM. അത് തഴച്ചു തന്നെ മുന്നോട്ട് പോവുകയാണ്. വൻ വളർച്ച തന്നെയാണ് ആ പ്രസ്ഥാനത്തുള്ളത്. നമ്മുടെ സഭകൾ വളരുന്നുവോ ഈ സമയം ഒരു ചിന്തയ്ക്ക് വേണ്ടി ഈ വിഷയം ഇട്ടുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.